വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ LDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. UDF-ന്റെയും BJP-യുടെയും അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. നിലവിൽ 18 വാർഡുകളുള്ള വണ്ടൻമേട് പഞ്ചായത്തിൽ LDF-ന് 8 മെമ്പർമാരും UDF-ൽ 6 അംഗങ്ങളും 3 BJP അംഗങ്ങളും ഒരു സ്വതന്ത്രനുമാണുള്ളത്. തുടക്കത്തിൽ പ്രസിഡന്റായിരുന്ന CPM-ന്റെ സിബി എബ്രഹാമിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയ ശേഷം UDF-ന്റെയും BJP-യുടെയും പിന്തുണയോടെ സ്വതന്ത്ര അംഗമായി സുരേഷ് മാനങ്കരി പ്രസിഡന്റായുള്ള ഭരണസമിതിയാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. പ്രസിഡന്റിനെതിരെ വികസന മുരടിപ്പും അഴിമതിയും ഫണ്ടുകൾ പാഴാക്കിയതും ചൂണ്ടിക്കാട്ടിയാണ് ഇടതംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്ത കമ്മിറ്റിയിൽ നിന്നും UDF-ന്റെയും BJP-യുടെയും അംഗങ്ങളും പ്രസിഡന്റും വിട്ടുനിന്നു. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ആവശ്യമായ അംഗബലം ഇല്ലാത്തതിനാൽ വരണാധികാരി പ്രമേയം തള്ളിക്കളയുകയും ചെയ്തു. ഇതോടെ പ്രമേയം പരാജയപ്പെട്ടു. LDF-ലെ 8 അംഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. പണത്തിന്റെ അതിപ്രസരവും UDF BJP കൂറുമുന്നണിയുടെ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും ഫലമാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. കാലാകാലമായി UDF-ഉം BJP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു കൂറുമുന്നണിയുണ്ട്. അവർ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡിലെ വോട്ട് BJP ചെയ്യും, ബ്ലോക്കിലോട്ടും ജില്ലാ പഞ്ചായത്തിലോട്ടും കോൺഗ്രസിന് ചെയ്യും. പല തെരഞ്ഞെടുപ്പുകളിൽ ഇത് നമുക്കെല്ലാം അനുഭവമാണ്. ചില വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തുകയില്ല, BJP ഉള്ള വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലും പലപ്പോഴും നിർത്താറില്ല. അവിശ്വാസ പ്രമേയം ഞങ്ങൾ കൊടുക്കാനുണ്ടായ കാരണം ഈ കഴിഞ്ഞ ഒരു മുൻ ഭരണസമിതി, പ്രത്യേകിച്ച് ഞാൻ പ്രസിഡന്റിൽ നിന്ന് മാറിയതിന് ശേഷം കടുത്ത അഴിമതിയാണ് പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മെമ്പറെ തന്നെ പഞ്ചായത്തിൽ ഏജൻ്റാക്കി മുന്നിൽ ഇട്ടുകൊണ്ട് വരുന്ന ആളുകളിൽ നിന്നും മുഴുവൻ പേരിൽ നിന്നും വലിയ തോതിൽ പണമാണ് മേടിക്കുന്നത്. പഞ്ചായത്തിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലും ഓർഡറും ഇല്ല. ഒരാൾ പോലും പറഞ്ഞാലും കേൾക്കില്ല. ഒരു വല്ലാത്ത അവസരമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടത്. ഞാനുള്ള സമയത്തിന് അതെല്ലാം കൃത്യമായി പഞ്ചായത്തിൽ ഫയലുകൾ പെൻഡിങ് ഇല്ലാത്തതിന് ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യമായി നമുക്ക് ഒരു ഫയൽ പോലും പെൻഡിങ് ഇല്ലാന്ന് പറഞ്ഞ് അവാർഡ് കിട്ടിയ പഞ്ചായത്താണ് ആ സമയത്ത്. പക്ഷേ ഇന്ന് മുഴുവൻ ഫയലുകളും പെൻഡിങ്ങായി കിടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്, കഴിഞ്ഞ വർഷത്തെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെപ്പാട് 65% പൈസയാണ് വിനിയോഗിച്ചിട്ടുള്ളത്. നമ്മൾ പഞ്ചായത്തിന് കിട്ടുന്ന പൈസ വിനിയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത വർഷം അതിനനുസരിച്ച് പണം കിട്ടുകയുള്ളൂ. അത് ചെയ്യാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരും വർഷങ്ങളിൽ പൈസ നഷ്ടപ്പെടാൻ പോവുകയാണ്. അതിന് ഗവൺമെൻറ് പൈസ തന്നില്ല എന്ന് പല ന്യായങ്ങളാണ് പറയുന്നത്. പക്ഷേ തൊട്ടടുത്തെല്ലാം പഞ്ചായത്തുകളുണ്ട്, അവരെല്ലാം വിനിയോഗിച്ചിട്ടുണ്ട്. ഞാനുള്ള സമയത്ത് അതുപോലെ തന്നെ എല്ലാ മെമ്പർമാർക്കും തുല്യമായി ഫണ്ട് വിധിച്ചു കൊടുക്കുമായിരുന്നു. ഇതങ്ങനെയല്ല, പ്രസിഡന്റിൻ്റെ വാർഡിൽ മാത്രം പരമാവധി വർക്കുകൾ ചെയ്യും. പരമാവധി 50, ഞങ്ങളെ 20 ലക്ഷം ചോദിച്ചു തന്നു. പക്ഷേ പുള്ളി 50 ലക്ഷത്തിന് വേണ്ടി ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവസാനമായി ഞങ്ങളൊരു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കകത്ത് 10,000 രൂപയുടെ ബില്ല് പാസ്സാക്കുന്നതിനകത്ത് ഞങ്ങൾ തർക്കം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പാവപ്പെട്ട അവർ ലോഡ് കയറ്റിയതിൻ്റെ പൈസ കൊടുക്കാനാണ്. അവരെ അക്കൗണ്ടിലോട്ട് പൈസ കൊടുത്തിട്ട് തിരിച്ച് അതേ പൈസ തിരിച്ച് മേടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രസിഡന്റ്. അപ്പോൾ ഏതൊക്കെ മേഖലയാണോ കൈയിട്ട് വരാൻ പറ്റുന്നത് ആ മേഖല മുഴുവൻ കൈയിട്ട് വരികയാണ്. ഇറച്ചിക്കട ലേലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ വർഷം 27 ലക്ഷം രൂപയ്ക്ക് ഇറച്ചിക്കട ലേലം പോകുന്നു, പിറ്റേ വർഷം 35 ലക്ഷം രൂപയ്ക്ക് പോകുന്നു. UDF ഭരണസമിതിക്കെതിരെ അനാവശ്യമായി നടത്തുന്ന കുപ്രചരണങ്ങളെയും ആരോപണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പരാജയപ്പെടുത്തിയതെന്ന് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭരണസമിതിക്കെതിരെ LDF-ൻ്റെ കുറേ കുപ്രചരണങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ നിരവധി മേഖലകളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണങ്ങളുമായി LDF മുമ്പോട്ട് വന്നപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരും കർഷകരും കർഷക തൊഴിലാളികളും അതുപോലെ അവരുടെ ജനപ്രതിനിധികളായിട്ട് UDF മെമ്പർമാർ കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വണ്ടൻമേട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ അംഗീകാരവും നേടിയെടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. UDF-ൻ്റെ ഉറച്ച കോട്ടയായി മാറിയിരിക്കുന്ന വണ്ടൻമേട്ടിൽ സുസ്ഥിരമായ ഒരു ഭരണമാണ് ഇതുപോലെ തന്നെ UDF-ൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഇത് പരാജയപ്പെടുവാനായിട്ട് സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മ മൂലം ഫണ്ടുകൾ നൽകാതെ വികസന പ്രവർത്തനങ്ങൾ നിലച്ചതിന്റെ ജാള്യത മറയ്ക്കാൻ LDF നടത്തിയ നീക്കമാണ് ഇവിടെ പരാജയപ്പെട്ടതെന്ന് പ്രസിഡന്റ് സുരേഷ് മാനങ്കരി പറഞ്ഞു. ഈ കുറഞ്ഞ ചെലവിലുള്ള ഫണ്ടുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ആ പ്രവർത്തനത്തിലൂടെ അവർക്ക് പരാജയം ഏറ്റുവാങ്ങുന്നത് LDF-ന് മനസ്സിലാക്കിയതുകൊണ്ട് അവർ മറ്റുള്ള മെമ്പർമാരെ കൂട്ടുപിടിച്ച് അവരുടെ കൂട്ടത്തിൽ നിൽക്കും എന്ന് കരുതിയാണ് അവർ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. പക്ഷേ
അറിഞ്ഞുകൊണ്ട് ഈ കുതിരക്കച്ചവടം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ചാണക്കുഴി ചാടാൻ തയ്യാറാക്കുക. കാരണം ഇതുപോലെ സംസ്ഥാനം മുടിച്ചു ഭരിച്ച ഒരു ഭരണം ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഈ 1 രൂപ ഫണ്ടില്ലാതെ സർക്കാർ അലയുമ്പോൾ സഹാക്കന്മാർ 10 ലക്ഷം 20 ലക്ഷം രൂപ ബാഗ് വെച്ചുകൊണ്ടാണ് ഓരോ മെമ്പർമാരെ വീടുകളിൽ കയറി ഇറങ്ങുന്നത്. ഇവർക്ക് ഈ ഭരണമൊക്കെ ഉണ്ടായി. ഇവർ ഇപ്പോഴും ഈ അനീതിക്കലെ കൂട്ടത്തിലിരിക്കുന്നത്. നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന വണ്ടമേട് പഞ്ചായത്തിനെ അട്ടിമറിച്ചുകൊണ്ട് നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് എന്താണ് ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞത്? വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയാണ്. എന്തഴിമതി? സർക്കാരിൻ്റെ ഫണ്ടില്ലാത്തതിൻ്റെ കാരണം സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് ഫണ്ടില്ല എന്നുള്ളത് അറിയിക്കാതിരിക്കുവാൻ വേണ്ടി അവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പത്രസമ്മേളനം. സർക്കാരിൻ്റെ ഫണ്ട് ലാപ്സാക്കി. എവിടെ ലാപ്സാക്കി? കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 3ാമത്തെ തവണയാണ് വണ്ടൻമേട് പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം നടക്കുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം ഇനി കട്ടപ്പനയ്ക്ക് സ്വന്തം. ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം, ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ്. ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.